ഇതിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഓടിച്ചാടി ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു ഫെലിക്സേ. അവിടെ 100 കൂട്ടം പണി കിടക്കുക. ഏതാ റൂം നമ്പർ? റൂം നമ്പർ 11. ആ, അപ്പോൾ സ്ഥിരം റൂം തന്നെ. ഇതും ഇപ്പോൾ കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണോ? അതെ. ആ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ. അന്ന് പിന്നെ കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞത് കാരണം 2-3 പേര് കൂടെ നിൽക്കേണ്ടി വന്നു അവനെ പിടിച്ച് ബാത്റൂമിലൊക്കെ കൊണ്ടുപോകാനായിട്ട്. ഈ ജോലിക്ക് പോകണ്ടെന്ന് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞതാ. അതങ്ങനെ ഞാൻ പറഞ്ഞ വല്ലതും കേൾക്കണ്ടേ? ലീന, ഒന്ന് ഡോക്ടറെ കണ്ടേക്കാം. ആ ശരി. വേണ്ട, ഡോക്ടറെ ഞാൻ കണ്ടിട്ട് വരാം. നിങ്ങൾ അവൻ്റെ കൂടെ റൂമിലിരിക്കും. ചെല്ലേ. വാ. മോനെ ഡോക്ടർ എന്താ പറഞ്ഞത്? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല, ഇപ്പം ചെറിയ മയക്കത്തില. അപ്പം ഇന്ന് എൻ്റെ ഡിസ്ചാർജ് ഉണ്ടാവോ? അത് ഡോക്ടർ പറയാന്നാ പറഞ്ഞ. നിങ്ങളെന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. ഡോക്ടർ എന്താ പറഞ്ഞേ? ഇന്ന് ഡിസ്ചാർജ് ആവില്ലേ? ഇന്ന് ഡിസ്ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല. അതെന്താ? കുറച്ച് ദിവസം കഴിയും. അത് ഈ ട്യൂബ് ലൈറ്റ് കൊണ്ടല്ല അവൻ്റെ ചെവിക്ക് 2 അടിയേറ്റത്. ആ, അപ്പോൾ അതിൻ്റെ ഈ ചില്ല് പൊട്ടിയിട്ട് അവൻ്റെ ചെവിയുടെ ഉള്ളിൽ ഇയർ ഡ്രമ്മിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ടെന്നോ ഇൻഫെക്ഷനായിട്ട് ഈ നെർവ്സ് എന്തോ കംപ്ലൈൻ്റ് ആയെന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ അവൻ്റെ ഈ റൈറ്റ് സൈഡിലെ ചെവിക്ക് കുറച്ച് കേൾവി കുറയും. 20% ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അതൊന്നും സാരമില്ല മോളെ. അതൊക്കെ നമുക്ക് ഈ എന്തെങ്കിലും ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ വെച്ച് അതൊക്കെ കൂട്ടാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റ് സൈഡോ? ലെഫ്റ്റ് സൈഡ് അവനിനി കേൾക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എന്റെ മോൻ അവന് കുഴപ്പമൊന്നുമില്ല എന്നല്ലേ നീ ഫോണിൽ എന്നോട് പറഞ്ഞത്? സാർ, അത് അല്ലെങ്കിൽ ഇതൊക്കെ എന്നോട് എങ്ങനെ പറയല്ലേ? സാർ